വൈകിട്ട് 4:30 കൂടിയാണ് കൊച്ചി കലൂരിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാവുകയും ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. പശ്ചിമബംഗാൾ സ്വദേശി സുമിത്താണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇഡലി കഫേ എന്ന ഹോട്ടലിലാണ് അപകടമുണ്ടായത്. പേര് നോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്, സ്റ്റാഫാണ്, എല്ലാം സ്റ്റാഫാണ്, ഇവിടുത്തെ സ്റ്റാഫാണ്. പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? ഒരാൾക്ക് ഇത്തിരി ഗുരുതരമാണ്, ബാക്കി കുഴപ്പമില്ല എന്നാണ് അറിവ്. സ്റ്റീമർ പൊട്ടിത്തെറിച്ചാണ്. സ്റ്റീമറാണ് അത്. നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ വേണ്ടി വെക്കത്തില്ലേ, അപ്പോൾ അതിനുവേണ്ടി ഈ വെള്ളം തിളപ്പിക്കുന്ന സ്ഥാനമാണ്. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ടാണ്. ഈ സൈഡിൽ കുറച്ചൊരു കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേറെ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. എത്ര പേരുണ്ടായിരുന്നു ഹോട്ടലിൽ ആ സമയത്ത്? അധികം പേരുണ്ടായിരുന്നു? അധികം പേരുണ്ടായിരുന്നാണ്. ഇത് പീക്ക് ടൈമാണ്, വൈകുന്നേരം പീക്ക് ടൈമാണ്. അവർക്കൊന്നും ഭാഗ്യവശാൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു? അപ്പുറത്തെ സൈഡാണ്, ഇത് ഈ എൻഡിലാണ് പൊട്ടിയിരിക്കുന്നത്. കിച്ചൺ ഭാഗത്താണ് പൊട്ടിയിരിക്കുന്നത്. അതെ, ബാക്കി നോക്കി പറ. അപകട കാരണം വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കണ്ടെത്താനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ഞങ്ങൾ പൊട്ടിത്തെറിന്റെ സൗണ്ട് കേട്ടതാ, ഇവിടെ വരെ എത്തി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ ഓടി വന്നപ്പോൾ ഇവിടെ പൊട്ടിത്തെറി കഴിഞ്ഞ് സൗണ്ട് കേട്ടിട്ട് ഓടി വന്നപ്പോഴത്തേക്കും കുറച്ച് പേരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 1-2 പേര് ഇവിടെ ഉണ്ടായി. ഞാനും ഓഫീസിലേക്കായും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരെ, അതായത് ഇവിടെ നിന്ന് എത്രയും വേഗം പുറത്തേക്ക് എടുക്കണം എന്നുള്ള ഒരു ഇതിലെ തന്നെ ചാടിച്ചെടുത്തു. കിച്ചൺ ഭാഗത്താണ് പൊട്ടിത്തെറി ഉണ്ടായത്? ഇതിനകത്താണ്. നമ്മൾ ഈ ബില്ല് ചെയ്യണതിൻ്റെ പുറകിൽ അവർക്ക് ഇതുണ്ട്. അത് സ്റ്റീമർ ബ്ലാസ്റ്റ് ആയതാണെന്നാണ് പിന്നീട് അറിയാൻ പറ്റിയത്. അപ്പോൾ ചൂട് വെള്ളം വീണിട്ടുള്ള പൊള്ളലാണ്, അല്ലാതെ തീ അങ്ങനെയൊന്നല്ല, ചൂട് വന്നിട്ടുള്ള പൊള്ളലാണ്. അപ്പോൾ ഇവരെ ഇങ്ങോട്ട് ചാടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ ആളുണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നു. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ആളുണ്ടാവും നോക്കും. ഉള്ളിൽ നമുക്ക് കാണാൻ, ഉള്ളിൽ എന്ന് വെച്ചാൽ മൊത്തം ലൈറ്റ് എല്ലാം പോയി. അപ്പം ഇത്തിരി ആവതുള്ള ആൾക്കാരാണ് ചാടി വന്നേക്കണം. അതിൽ പിന്നീടാണ് 2 പേരും കൂടി അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിൽ ഒരാൾ പയ്യെ പുറത്തേക്ക് വന്നു, പക്ഷെ മൊത്തം തൊലി പോയിരിക്കുകയാണ്. അത് അവനെ തൊടാൻ പറ്റില്ല നമുക്ക്. പക്ഷെ നടന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ ഞങ്ങൾ പറഞ്ഞതിൻ്റെ എല്ലാം കടന്ന് ഞങ്ങൾ വീശിയൊക്കെ കൊടുത്തു. വേദന ഉണ്ടെങ്കിലും ആളോക്കെയാണ്, വേദന നല്ല ഉണ്ട്, കരയുന്നുണ്ട്, പക്ഷെ ആളോക്കെയാണ്. പക്ഷെ ലാസ്റ്റ് ഒരാളെയും കൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടു. ആ ആള് ഹെഡ് ഇഞ്ചുറി ഉണ്ട്, അവസ്ഥ എന്താണെന്നറിയില്ല, ഹെഡ് ഇഞ്ചുറി ഉണ്ട്. ഭയങ്കര സൗണ്ടായിരുന്നു, നല്ല സൗണ്ടായിരുന്നു. അപ്പൊ ആ സൗണ്ട് കേട്ടിട്ട് ഒത്തിരി ആൾക്കാർ പിന്നെയും വന്ന് പിന്നെ അങ്ങോട്ട് രക്ഷാപ്രവർത്തനം മീൻസ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരും കൂടി. അപകട സ്ഥലത്ത് നിന്നും രാഗിൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. രാഗിൻ, വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ഏറ്റവും പുതിയ വിവരം? ഒപ്പം തന്നെ എങ്ങനെ ഈ ബ്ലാസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ പോലീസിന്റെ ഒക്കെ വിലയിരുത്തൽ. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐഡലി കഫേ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, എന്ന ഹോട്ടലിലാണ് ഈ ബോയിലർ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 4:15 കൂടിയായിരുന്നു സംഭവം. 5 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിക്കേറ്റതായി വിവരം ലഭിച്ചത്. അതിൽ ഇപ്പോൾ സുമിത് എന്ന് പറയുന്ന അയാൾ പശ്ചിമബംഗാൾ സ്വദേശിയാണ്, അദ്ദേഹം മരിച്ചിട്ടുണ്ട്. മറ്റ് 4 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. കിരൺ ഒഡീഷ സ്വദേശി, അലി അസം സ്വദേശി, അതോടൊപ്പം തന്നെ കൈക്കോ നബി, ലുലു, ഈ 2 പേരും നാഗാലാൻഡ് സ്വദേശികളാണ്. ഇവർക്കാണ് പരിക്കേറ്റിയിരിക്കുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ പരിക്കൽപ്പം ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിദാരുണമായിട്ടൊരു സംഭവമാണ് ഈ ഹോട്ടലിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് പേർ എത്തുന്ന ഒരു ഇടം കൂടിയാണ്. അങ്ങനെ ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടപ്പോൾ നിരവധി പേർ ഇവിടേക്ക് എത്തി. മാത്രമല്ല ഇവിടെ ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ പലരും ഇവിടേക്ക് എത്തിയിരുന്നു. അവരാണ് ആദ്യഘട്ടത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. തൊട്ടു പിന്നാലെ പോലീസും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വിഭാഗങ്ങളും സ്ഥലത്തേക്ക് എത്തി. കൂടുതൽ ആംബുലൻസുകളും എത്തിച്ചു. കാരണം ഒരുപാട് പേർ വരുന്ന ഒരു ഇടം കൂടിയായതുകൊണ്ട് കൂടുതൽ പേർ ഉൾപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വേഗത്തിൽ തന്നെ ഇവരെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതിൽ മരിച്ചയാൾക്ക് ഹെഡ് ഇഞ്ചുറി അടക്കമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അത്തരത്തിൽ വേഗത്തിൽ ഈ അവിടേക്ക് എത്തിച്ച ഘട്ടത്തിൽ തന്നെ മരണം സംഭവിച്ചു പോയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ബന്ധപ്പെട്ട വിഭാഗങ്ങളും പോലീസും ഒക്കെ ചേർന്ന് വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് പരിശോധിക്കും. 6 മാസം മുൻപാണ് ഈ ഐഡലി കഫേ എന്ന് പറയുന്ന ഹോട്ടൽ ഇവിടെ തുടങ്ങിയത്. വലിയ തിരക്ക്, പ്രത്യേകിച്ചും 4 മണി മുതൽ ഒരു 9-10 മണി വരെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ഒരു ഇടത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കിച്ചൺ ഏരിയയിലായിരുന്നു അപകടം. കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. 5 പേരാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുക. 5 പേരും ഇതര സംസ്ഥാനക്കാരാണ്. എന്തായാലും മറ്റ് വിശദമായിട്ടുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകുന്നത്. കൊച്ചി കലൂരിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ദൃക്സാക്ഷിയുടെ പ്രതികരണം ഉൾപ്പെടെയാണ് നമ്മൾ കേട്ടത്. എന്തായാലും കൂടുതൽ പരിശോധന അവിടെ നടക്കുന്നു. 2 പേരുടെ നില കൂടി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്.